എൻ്റെ പേര് ഹാഷിമെന്നാണ്. ഞാൻ +2 കഴിഞ്ഞ് ഇപ്പോൾ അങ്ങോട്ട് നിൽക്കുകയാണ്. ഞാൻ ചെയ്യുന്നത് മിമിക്രിയാണ്. ഓക്കെ, മിമിക്രി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ ഓടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ഓരോ ശബ്ദങ്ങളൊക്കെ അനുകരിക്കുന്നതാണ്. പക്ഷെ ഞാനതൊക്കെ വ്യത്യസ്തമായിട്ട് ഇലക്ട്രോണിക് വാദ്യ ഉപകരണങ്ങളിലെ ശബ്ദം, ഓക്കെ, പുത്തതലമുറ DJ എന്ന് വിളിക്കുന്ന ശബ്ദം എൻ്റെ സൗണ്ടിലൂടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും അതെങ്ങനെയാണ്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് 100% എൻ്റെ ശബ്ദം മാത്രമായിരിക്കും. അപ്പോൾ കേൾക്കാം. വ്യത്യസ്തങ്ങളുടെ 3 ശബ്ദം നമുക്ക് ശ്രദ്ധിക്കാം. 1, 2, 3. ഈ 3 ശബ്ദം ഒരുമിച്ച് ഒരേ സമയത്ത് എന്റെ ശബ്ദത്തിലൂടെ വരാതിരിക്കുകയാണ്. നോക്കാം. ഇത് എന്റെ ശബ്ദമല്ലെന്ന് കൺഫ്യൂഷൻ ആരെങ്കിലും ഉണ്ടോ? ഇത് നിങ്ങൾക്ക് പഠിക്കണോ? റെസ്പോണ്ട് ചെയ്യും. പഠിക്കണോ? എളുപ്പമാണ്. മലയാള അക്ഷരം വെച്ച് തന്നെ നമ്മൾ പഠിക്കാം. പ, സ, ക. ഈ 3 അക്ഷരങ്ങൾ വെച്ച് നമുക്കിത് പഠിക്കാം. പ പറയുമ്പോൾ ഇച്ചിരി കടുപ്പിച്ച് പറഞ്ഞാൽ മതി. പ, പ. ജസ്റ്റ് പറഞ്ഞു നോക്ക്. പ, പ. അടുത്ത സ, സ, സ. ക പറയുമ്പോൾ ക, ക. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കുമ്പോൾ ഓക്കെ. അപ്പൊ ഞാൻ അടുത്തായിട്ട് സിബിന്റെ ശബ്ദം എല്ലാവർക്കും അറിയാം. സിബ്. ഈ ശബ്ദം വെച്ച് നമ്മൾ DJ ആക്കിയ അടുത്തായിട്ട് ഈ വെള്ളത്തുള്ളിയുടെ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കാം. വെള്ളത്തുള്ളി. അടുത്തായിട്ട് ഭീഷ്മപർവം സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിന്റെ BGM നമുക്ക് എൻട്രി ആകുമ്പോൾ ഒരു BGM ഉണ്ട്. അത് കാണിച്ചു തരാം. അടുത്തതായിട്ട് നമ്മൾ ഈ ടൂറൊക്കെ പോകുമ്പോൾ വണ്ടിക്കകത്ത് പാട്ടിട്ട് നമ്മൾ വെളിയിറങ്ങിക്കുമ്പോൾ ഒരു സൗണ്ട് ഡിഫറൻസ് ആണല്ലോ. ഞാൻ ഒരു പാട്ട് കാണിച്ചു തരാം. ഈ പാട്ട് നമ്മൾ വണ്ടിക്കകത്ത് ഇട്ടിട്ട് വെളിയിറങ്ങിക്കുമ്പോൾ അടുത്തായിട്ട്
നമ്മൾ രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദം വെച്ച് ഇതുപോലെ ഡി ജെ ആക്കിയാൽ, വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ ശബ്ദം വെച്ച് ഡി ജെ ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും ശ്രദ്ധിക്കാം. ഒരു മത ഒരു ദൈവം അടുത്തായിട്ട് ആനിമൽ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിനകത്തെ ബീജം നമുക്കൊന്ന് കാണിക്കാം. Thank you so much.